Good morning, all. Good morning, Miss. Continuous എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ. Next, values generated by the organization with an internal audit. Like, ഒരു ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ഒരു ഓർഗനൈസേഷനുള്ള മൂല്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? ഇന്റേണൽ ഓഡിറ്റ് എന്താന്ന് പഠിച്ചു അല്ലെ? ഒരു ഓർഗനൈസേഷന് ഉള്ളിൽ തന്നെയുള്ള ഒരു കൂട്ടം വ്യക്തികളോ അതല്ലെങ്കിൽ എന്താണ് ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റോ ആ ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ എന്താണ് ജസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളോ ഫിനാൻഷ്യൽ റെക്കോർഡുകളോ മാത്രമല്ല അല്ലെ, അവിടുത്തെ എന്താണ് കൺട്രോൾ എൻവിയോൺമെന്റ്, അവിടുത്തെ ഓപ്പറേഷൻസ്, IT-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്, സിസ്റ്റംസ്, പ്രോസസ്സ് അല്ലെ, അങ്ങനെയുള്ള എന്താണ് പിന്നെ സപ്ലൈ മാനേജ്മെന്റ് ചെയ്യുന്ന പോലെയുള്ള പ്രവർത്തനങ്ങള് എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇതെന്താണ്? വർഷത്തിൽ ഒരു തവണ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. വർഷത്തിൽ ഒരു തവണയല്ല, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പീരിയോഡിക് ആയിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ. പിന്നെ എന്തൊക്കെ ഉണ്ട്? പിന്നെ എന്തൊക്കെ പറഞ്ഞു മിസ്? ഒരു ഓർഗനൈസേഷന്റെ റിസ്ക് ബേസിസിലായിരിക്കും അല്ലെ, അപകടങ്ങളെ മുൻനിർത്തിയായിരിക്കും അവർ ഇവാലുവേഷൻ നടത്തുന്നത് അല്ലെ. അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇന്റേണൽ ഓഡിറ്റിന്റെ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്? ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് വർദ്ധിക്കാണ്? ആത്മവിശ്വാസം വർദ്ധിക്കാണ് അല്ലെ. അവിടെ എന്താണ്? കളവുകൾ നടക്കുന്നില്ല അല്ലെ, ഫ്രോഡ്, കള്ളത്തരങ്ങൾ നടക്കുന്നില്ല അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഇന്റേണൽ ഓഡിറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നതിലൂടെ അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് അവർക്കൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. പിന്നെ ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട്സ് ആർക്കാണ് സമർപ്പിക്കുന്നത്? സീനിയർ ലീഡർഷിപ്പിനോ അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡീസ് അല്ലെ, മാനേജ്മെന്റിനോ ആയിരിക്കും ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത്. ഓക്കെയാണോ? അത്രയല്ലേ മിസ് പറഞ്ഞത് ഏകദേശം? ഒരു ബ്രീഫായിട്ട് പറഞ്ഞാണ് കേട്ടോ മിസ്. അടുത്ത ഭാഗത്ത് ഒരു ബ്രീഫായിട്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് കൊണ്ടുള്ള മൂല്യങ്ങൾ, വാല്യൂ എന്തൊക്കെയാണ്? ടെക്നിക്കലി ഇന്റേണൽ ഓഡിറ്റ് is a cost center in a company. It does not generate revenue. നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടോ? ഒരു കമ്പനിയിൽ, ഒരു ഓർഗനൈസേഷനിൽ വരുമാനം ലഭിക്കുന്നുണ്ടോ? ഉണ്ടോ? റവന്യൂ കിട്ടുന്നുണ്ടോ അവർക്ക്? ഇല്ല അല്ലെ. ജസ്റ്റ് അതെന്താണ്? കോസ്റ്റ് സെന്റർ ആണ് അല്ലെ. അവർക്ക് ചെലവ് അല്ലെ വരുന്നത്. ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത് കൊണ്ട് അവർക്ക് ചെലവാണല്ലേ വരുന്നത്, വരുമാനം ലഭിക്കുന്നില്ല അല്ലെ. അവരെന്താ ചെയ്യുന്നത്? ആ അവിടുത്തെ പ്രവർത്തനങ്ങള്, ആ ഒരു കമ്പനിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ചിലവ്
എന്താണ് എക്സ്പെൻസ് വരുന്നു അല്ലെ, കോസ്റ്റ് സെന്റർ ആണ്. ഇത് ഒരിക്കലും വരുമാനം ലഭിക്കുന്ന ഒരു പ്രോസസ് അല്ല, പ്രക്രിയയല്ല. However, a good internal function can be profoundly important to the survival and prosperity of any organization. എന്താണ് എന്നിരുന്നാലും however, പക്ഷെ എന്താണ് ഒരു നല്ല ഇന്റേണൽ ഓഡിറ്റിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ എന്ത് വരികയാണ്, profoundly important to the survival and prosperity of any organization. ആ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലെ വീക്ക് പോയിന്റ്സ് അല്ലെ, വീക്ക് പോയിന്റ്സ്, ഫ്രോഡുകള്, വേസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അബ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ ഒരു ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട്? ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കള്ളത്തരങ്ങളൊക്കെ മാറ്റി എന്താണ് അവരുടെ സർവൈവലിനും നിലനിൽപ്പിനും സമൃദ്ധിക്കും കാരണമാകുന്നുണ്ടോ ഒരു നല്ല ഇന്റേണൽ ഓഡിറ്റിംഗ്? കാരണമാകുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കാണ് അല്ലെ, ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ ഒരു കമ്പനിയിലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തി അവിടുത്തെ വീക്ക് പോയിന്റ്സുകൾ എന്താണ്, അവിടുത്തെ റിസ്കുകൾ എന്താണ് അല്ലെ, അവിടുത്തെ പോരായ്മകൾ എന്താണ്, അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഫ്രോഡ് കാണിക്കുന്നുണ്ടോ അല്ലെ, ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് നടത്തുന്നുണ്ടോ അല്ലെ, അവിടുത്തെ എന്താണ് ലോസ് റെഗുലേഷൻസ് എന്തെങ്കിലും പാലിക്കാത്തതുണ്ടോ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതെല്ലാം എന്താണ് അവരെ ഓവർകം ചെയ്തിട്ട് അവരെന്താണ് സർവൈവലിന് അല്ലെ, അവരുടെ നിലനിൽപ്പിനും അവരുടെ പ്രശസ്തിക്കും അല്ലെ സമൃദ്ധിക്കും കാരണമാകുന്നു. ഓക്കെയാണോ? എന്നിരുന്നാലും ഒരു നല്ല ഇന്റേണൽ ഓഡിറ്റിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്താണ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നു അല്ലെ, എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പിനും സമൃദ്ധിക്കുമുള്ള ഒരു അഗാധമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുന്നു. നെക്സ്റ്റ്, അൺലൈക്ക് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഓഡിറ്റിംഗിൽ എന്താണ് വിലയിരുത്തുന്നത് പറഞ്ഞു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെ, അക്കൗണ്ട്സിനല്ലേ, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ അല്ലെ, ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ എക്സ്റ്റേണൽ ഓഡിറ്റിംഗില്. പറഞ്ഞോയോ മിസ്? ആദ്യം തന്നെ എക്സ്റ്റേണലും ഇന്റേണലും പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അല്ലെ. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റിംഗിൽ പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങൾ, അക്കൗണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. അൺലൈക്ക് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ്, അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റിംഗിന് വിപരീതമായിട്ട് അല്ലെ, വ്യത്യസ്തമായിട്ട് ഇന്റേണൽ auditors look beyond financial statement reporting, risk to consider broader issues such as organization reputation, operational efficiency, and strategic growth, its impact on the environment, and the way it treats its employees. എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റിംഗിന് വ്യത്യസ്തമായിട്ട് ഇന്റേണൽ ഓഡിറ്റിംഗ് എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമല്ല വിലയിരുത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്? റിപ്പോർട്ടിംഗ്, റിസ്ക് ടു കൺസിഡർ ബ്രോഡർ ഇഷ്യൂസ് സച്ച് ആസ് ഓർഗനൈസേഷൻ റെപ്യൂട്ടേഷൻ അല്ലെ, ഓർഗനൈസേഷന്റെ അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന അപകടങ്ങൾ അവർ വിലയിരുത്തുന്നുണ്ടോ? അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇല്ലേ, വിലയിരുത്തുന്നുണ്ടോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല അല്ലെ, ഫിനാൻഷ്യൽ രേഖകൾ മാത്രമല്ല എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ എന്താണ് പ്രശസ്തിയെ ബാധിക്കുന്ന അപകടങ്ങളും അല്ലെ, റിസ്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും, പിന്നെ എന്താണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നുണ്ടോ? നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗ് നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്റേണൽ ഓഡിറ്റിംഗ് മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെ വിലയിരുത്തുന്നത്. അപ്പൊ അവിടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത, ആൻഡ് സ്ട്രാറ്റജിക് ഗ്രോത്ത് അല്ലെ, തന്ത്രപരമായിട്ടുള്ള വളർച്ച അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ എന്താണ് പല സ്ട്രാറ്റജീസ്, പുതിയ പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവരും, പുതിയ എക്യുപ്മെന്റുകൾ കൊണ്ടുവരും, പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊണ്ടുവരും അല്ലെ. അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് മെത്തേഡുകൾ പ്രയോഗിച്ചിട്ടല്ലേ അവര് മാർക്കറ്റിംഗ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് ഹോസ്പിറ്റൽ ആണെങ്കിലും ആണോ? അപ്പൊ എന്താണ് സ്ട്രാറ്റജിക് ഗ്രോത്ത് അല്ലെ, തന്ത്രപരമായിട്ടുള്ള വളർച്ച, ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ് അല്ലെ, പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ അല്ലെ. എന്തൊക്കെയായിരിക്കും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മുടെ എൻവയോൺമെന്റിന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ? വേസ്റ്റ് ഡിസ്പോസൽ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ, ആണോ?
ആണോ? അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെ നമ്മുടെ എൻവയോൺമെന്റിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങള്. നെക്സ്റ്റ് ആൻഡ് ദ വേ ഇറ്റ് ട്രീറ്റ്സ് ഇറ്റ്സ് എംപ്ലോയീസ് അല്ലെ. എന്താണ് ജീവനക്കാർ ഓരോ സെക്ഷനിലും അവിടുത്തെ ജീവനക്കാരോട് പെരുമാറുന്ന രീതി അല്ലെ. നമ്മുടെ എന്താണ് നമ്മുടെ സ്ട്രാറ്റജിക് ഗ്രോത്ത് ആണെങ്കിലും അവിടുത്തെ ഓരോ ഓപ്പറേഷൻസില് അവിടെ പ്രോസസ്സുകളില് അല്ലെ അവിടുത്തെ മാനേജ്മെന്റുകള് ഒക്കെ അവിടുത്തെ എംപ്ലോയീസിന് നമ്മുടെ സ്റ്റാഫുകളോട് പെരുമാറുന്ന രീതിയും എല്ലാം നമ്മുടെ ഇന്റേണൽ ഓഡിറ്റില് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെയാണോ? നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങിന് വ്യത്യസ്തമായിട്ട് സാമ്പത്തിക രേഖകൾ മാത്രമല്ല ഇന്റേണൽ ഓഡിറ്റിങ്ങിൽ വിലയിരുത്തുന്നത്. ആ ഒരു ഓർഗനൈസേഷന്റെ പ്രശസ്തിയെ ബാധിക്കുന്ന അപകടങ്ങളായിട്ടുള്ള പ്രശ്നങ്ങള്, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത, പിന്നെന്താണ് സ്ട്രാറ്റജിക് ഗ്രോത്ത് അല്ലെ തന്ത്രപരമായിട്ടുള്ള വളർച്ച. തന്ത്രപരമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് എന്താണ്? പുതിയ ടെക്നിക്സുകൾ ആഡ് ചെയ്യുക, പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവരാ അല്ലെ, പുതിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ നിയമിക്കുക അല്ലെ, പുതിയ പുതിയ ട്രീറ്റ്മെന്റുകൾ കൊണ്ടുവരാം. ഇതൊക്കെയാണ് അല്ലെ നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങൾ. ഇതൊക്കെയല്ലേ? ആണോ? ആണോ? നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് എന്തൊക്കെയാ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലേ? അപ്പൊ അതാണ് അല്ലെ സ്ട്രാറ്റജിക് ഗ്രോത്ത്, തന്ത്രപരമായിട്ടുള്ള വളർച്ച. അപ്പൊ അതിനുവേണ്ടി അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങള് ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ എൻവയോൺമെന്റിലെ പരിസ്ഥിതിക്ക് ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങള്. നെക്സ്റ്റ് ആൻഡ് ദ വേ ഇറ്റ് ട്രീറ്റ്സ് ഇറ്റ്സ് എംപ്ലോയീസ് അല്ലെ. ഈ ഓരോ സെക്ഷനിലും അവിടുത്തെ എംപ്ലോയീസിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെ, അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിങ്ങിൽ വിലയിരുത്തുന്നുണ്ട്. ഓക്കെയാണോ? നമ്മുടെ എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിലെ ചെലവ് കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെ കോസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇറ്റ് ഡസ് എന്താണ് ഈ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിക്കും എന്ത് ലഭിക്കുന്നില്ല എന്ന്, വരുമാനം ലഭിക്കുന്നില്ല അല്ലെ. പക്ഷെ എന്നിരുന്നാലും ഒരു നല്ല ഇന്റേണൽ ഓഡിറ്റിംഗ് പ്രവർത്തനമാണെങ്കിൽ എന്താണ് ആ ഒരു ഓർഗനൈസേഷന്റെ എന്താണ് സർവൈവൽ നിലനിൽപ്പിനും അവരുടെ എന്താണ് സമൃദ്ധിക്കും ഈ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗിന്റെ പ്രവർത്തനങ്ങൾ അഗാധമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നു. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അഗാധമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നത്? നമുക്ക് ഈ ഇന്റേണൽ ഓഡിറ്റിംഗിലൂടെ ആ ഒരു ഓർഗനൈസേഷന് നടത്തുന്ന പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ വിലയിരുത്താണ് അല്ലെ. അപ്പൊ അവിടുത്തെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെ, എന്താണ് ഗ്യാപ്പുകൾ ഉണ്ടോ അല്ലെ, പിറ്റ്ഫോൾസുകൾ ഉണ്ടോ അല്ലെ, വീക്ക്നെസ് ഉണ്ടോ അല്ലെ, അവിടെ ഏതെങ്കിലും സ്റ്റാഫുകൾ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ അല്ലെ, ഫ്രോഡ് കാണിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന റിസോഴ്സുകൾ ഏതെങ്കിലും രീതിയിൽ വേസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ അല്ലെ. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയേഴ്സും അവർ ശരിയായ രീതിയിൽ പാലിക്കുന്നുണ്ടോ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുന്നുണ്ട് അല്ലെ. ആണോ? അപ്പൊ ഒരു ശരിയായിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാകില്ലേ? വീക്ക്നെസ് ഉണ്ടോ അല്ലെ, കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ അല്ലെ, വേസ്റ്റ് എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ എന്താണ് റിസോഴ്സുകൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടോ, അബ്യൂസ് ചെയ്യുന്നുണ്ടോ അല്ലെ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് ആ പോരായ്മകളൊക്കെ നികത്താൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ ഒരു നല്ല ഇന്റേണൽ ഓഡിറ്റിംഗ് പ്രവർത്തനമാണെങ്കിൽ അത് ആ ഒരു ഓർഗനൈസേഷന്റെ നിലനിൽപ്പിനും അവിടുത്തെ പ്രശസ്തിക്കും കാരണമാകുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങിന് വിപരീതമായിട്ട് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗ് സാമ്പത്തിക രേഖകൾ മാത്രമല്ല ആ ഒരു ഓർഗനൈസേഷന്റെ പ്രശസ്തിയെ ബാധിക്കുന്ന അപകടകരമായിട്ടുള്ള പ്രശ്നങ്ങളെ വിലയിരുത്തുന്നുണ്ട്, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയെ വിലയിരുത്തുന്നുണ്ട്,
ചെയ്യുന്നുണ്ട്, അവിടുത്തെ തന്ത്രപരമായിട്ടുള്ള വളർച്ച അല്ലെ, അവരെന്തൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പരിസ്ഥിതിക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെ, ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ, പിന്നെ എന്താണ് ഈ ഓരോ സെക്ഷനിലും നമ്മുടെ എംപ്ലോയീസിനോട് ബിഹേവ് ചെയ്യുന്ന പെരുമാറ്റങ്ങൾ അല്ലെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിങ്ങിൽ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റിംഗ് അല്ലെ. നമ്മ പറഞ്ഞു എന്താണ് നമ്മുടെ ഓർഗനൈസേഷനിലെ ഹോസ്പിറ്റലിലെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അവിടുത്തെ എൻവയോൺമെന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഐടിയുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകൾ ഇവാലുവേറ്റ് സിസ്റ്റംസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലേ. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ഇന്റേണൽ ഓഡിറ്റിംഗ് ആണ് വരുന്നത്? അതില് 5 തരത്തിലുള്ള ഇന്റേണൽ ഓഡിറ്റിംഗ് ആണ് പറയുന്നത്. കംപ്ലൈൻസ് ഓഡിറ്റ്, എൻവയോൺമെന്റൽ ഓഡിറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ് ആൻഡ് പെർഫോമൻസ് ഓഡിറ്റ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ എക്സാമിന്. ഇനി ഓരോ ഇന്റേണൽ ഓഡിറ്റിംഗ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, while a significant portion of internal audit covers internal controls over financial reporting within the organization as the pertain to generally accepted accounting procedures, GAAP, generally accepted accounting procedures impact their financial statement. നമ്മുടെ GAAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a collection of accounting rules and standards that ensure financial reporting consistency and accuracy. ഒന്നുകൂടി പറയാം മിസ്. GAAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a collection of accounting rules and standards that ensure financial reporting consistency and accuracy. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുമ്പോൾ എന്ത് വേണം? ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ അല്ലെ, നമ്മൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട് അല്ലെ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്കുകൾ അല്ലെ. ഉണ്ടോ? അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ബികോം പഠിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ലെഡ്ജർ അല്ലെ. അപ്പൊ നമ്മൾ എന്താണ് പല തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത് നമുക്ക് തോന്നിയ പോലെയാണോ നമ്മൾ ഈ കണക്കുകളൊക്കെ രേഖപ്പെടുത്തുന്നത്? ആണോ? നമ്മുടെ ഇഷ്ടത്തിനാണോ? അല്ല അല്ലെ. അതിനെന്തുണ്ട്? സർട്ടൻ റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അല്ലെ. ഉണ്ടോ? നിയമങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ സാമ്പത്തിക റിപ്പോർട്ടിങ്ങിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ സ്ഥിരതയും കൺസിസ്റ്റൻസിയും ആക്യുറസിയും അല്ലെ, സ്ഥിരതയും കൃത്യതയും ഉറപ്പാക്കാനുള്ള നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും കളക്ഷനെയാണ് GAAP എന്ന് പറയുന്നത്. ഓക്കെ ആയോ? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ അല്ലെ, ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകൾ അല്ലെ, സാമ്പത്തിക റിപ്പോർട്ടിങ്ങിന്റെ സ്ഥിരതയും കൃത്യതയും ഉറപ്പാക്കാനുള്ള റൂൾസ്, നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും കളക്ഷനെയാണ് GAAP എന്ന് പറയുന്നത്. അതൊക്കെ ആയോ? സാമ്പത്തിക റിപ്പോർട്ടിങ്ങിന്റെ അല്ലെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ സ്ഥിരതയും കൃത്യതയും ഉറപ്പാക്കുക. ഓരോ ഓർഗനൈസേഷൻ ഓക്കെ. ഇപ്പൊ നമുക്ക് GAAP പഠിക്കാം. എന്നിട്ട് ജസ്റ്റ് മിസ് പറഞ്ഞെന്നാണ്, അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനില്ല, അത് എന്താണെന്ന് പറഞ്ഞെന്നാണ് കേട്ടോ. അപ്പൊ നമ്മുടെ എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ അല്ലെ, സാമ്പത്തിക രേഖകളുടെ കൃത്യതയ്ക്കും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ഒരു കൂട്ടം, ഒരു കളക്ഷനെയാണ് GAAP എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്? while a significant portion of internal audit അല്ലെ, നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാന ഭാഗം, ഭൂരിഭാഗം ഭാഗം, സിഗ്നിഫിക്കന്റ് പോർഷൻസും കവർ ചെയ്യുന്നത് എന്താണ്? ഇന്റേണൽ കവേഴ്സ്
ഇന്റേണൽ കൺട്രോൾസ് ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെ, നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെ നിയന്ത്രണങ്ങളെയാണ് ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാന ഭാഗം കവർ ചെയ്യുന്നത്. വിത്തിൻ ദ ഓർഗനൈസേഷൻ ആസ് ദ പോർഷൻ ടു ജനറൽ GAAP ഇംപാക്ടിംഗ് ദയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ, ഫിനാൻഷ്യൽ രേഖകളിൽ ആ ഒരു GAAP ഉണ്ടാക്കുന്ന എന്താണ് ഇമ്പാക്റ്റുകൾ അല്ലെ, സ്വാധീനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാന ഭാഗവും വിലയിരുത്തുന്നത്. ഓക്കെയാണോ? അവിടുത്തെ എന്താണ് ഫിനാൻഷ്യൽ രേഖകളില്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളില് എന്താണ് നമ്മുടെ ഈ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണോ അവര് ആ ഒരു പ്രവർത്തനങ്ങള് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ, കറക്റ്റ് രീതിയിൽ അക്കൗണ്ടുകൾ അവരെന്താണ് ക്ലോസ് ചെയ്യുന്നുണ്ടോ അല്ലെ, എല്ലാ സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങളും ആക്യുറസിയോടുകൂടി, കൃത്യതയോടുകൂടി അവര് രേഖപ്പെടുത്തുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാന ഭാഗവും ഒരു ഓർഗനൈസേഷനിൽ വിലയിരുത്തുന്നത്. ഓക്കെയാണോ? ഒന്നുകൂടി പറയാം. നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഇന്റേണൽ ഓഡിറ്റിംഗിന്റെ സിഗ്നിഫിക്കന്റ് പോർഷൻസ് അല്ലെ, പ്രധാന ഭാഗവും കവർ ചെയ്യുന്നത് എന്താണ്, അവിടുത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട, സാമ്പത്തിക റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആന്തരിക നിയന്ത്രണങ്ങളെയാണ് വിലയിരുത്തുന്നത്. നെക്സ്റ്റ് പറയും ആസ് ദേ pertain to generally accepted accounting procedure impacting their financial statement അല്ലെ, കാരണം എന്താണ്, അവരുടെ സാമ്പത്തിക പ്രസ്താവനകളെ ബാധിക്കുന്ന അംഗീകൃതമായിട്ടുള്ള അല്ലെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ ഈ GAAP പോലെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണോ, അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണോ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇതിൽ വിലയിരുത്തുന്നത്. ഇപ്പൊ നമുക്കാണെങ്കിൽ അറിയാം, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിയമങ്ങൾ നോക്കിയിട്ടായിരിക്കും അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ടല്ലേ ചെയ്യുന്നത്, ആണോ? ഇപ്പൊ ഒരു എക്സാം നടത്താണെങ്കിൽ നമുക്ക് തോന്നിയ പോലെ നടത്താൻ പാടുണ്ടോ? ഇല്ല അല്ലെ, അതിനെന്തുണ്ടോ ഒരു സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഓർഗനൈസേഷനിലെ സാമ്പത്തിക രേഖകൾ, സാമ്പത്തിക സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയായിരിക്കണം, പ്രസ്താവനകൾ എങ്ങനെയായിരിക്കണം രേഖപ്പെടുത്തേണ്ടത്, ഈ GAAP നിയന്ത്രണങ്ങളെ അനുസൃതമാക്കിയിട്ട് വേണം. ഓക്കെയാണോ? അതിൽ പറയുന്ന നിയമങ്ങളും എന്താണ് മാനദണ്ഡങ്ങളും അനുസൃതമാക്കിയിട്ട് വേണം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ രേഖപ്പെടുത്താനായിട്ട് അല്ലെ, അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അത് അനുസരിച്ചാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ രേഖപ്പെടുത്തുന്നത് എന്നാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാന ഭാഗവും വിലയിരുത്തുന്നത്. ഓക്കെയാണോ? ക്ലിയർ ആയില്ല? ഓക്കെയാണ്. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, മിസ് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ഇന്റേണൽ ഓഡിറ്റിംഗിന്റെ പ്രധാന ഭാഗവും വിലയിരുത്തുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒന്നുകൂടെ പറഞ്ഞുതരാം മിസ്, സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാന ഭാഗവും വിലയിരുത്തുന്നത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ GAAP പറയുന്ന റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സുകൾക്ക് അനുസൃതമായിട്ടാണോ എന്നാണ് വിലയിരുത്തുന്നത്. ഓക്കെയാണോ? അപ്പൊ നമ്മൾ പറഞ്ഞു GAAP എന്താ പറയുന്നത്, സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, കളക്ഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്തിനു വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിന്റെ സ്ഥിരതയും കൃത്യതയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണോ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ രേഖപ്പെടുത്തുന്നത് എന്നാണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാന ഭാഗവും വിലയിരുത്തുന്നത്. ഇപ്പൊ ഓക്കെയാണോ? ഫർസാനയാണോ ചോദിച്ചത്?
ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് many organizations also recognize the need for other types of assessment or audits outside of accounting or finance. അല്ലെ നമ്മ പറഞ്ഞു many organizations also recognize അവര് തിരിച്ചറിയുന്നുണ്ട്. എന്താണ് തിരിച്ചറിയുന്നത്? The need for other types of assessment audit or audits outside the accounting or finance. നമുക്കറിയാം നമ്മ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഓഡിറ്റിങ്ങും ഫിനാൻസും മാത്രം വിലയിരുത്തിയാൽ മതിയോ? ജസ്റ്റ് അവിടുത്തെ സാമ്പത്തിക രേഖകൾ മാത്രം വിലയിരുത്തിയാൽ മതിയോ? പോരാ അല്ലെ? അവിടുത്തെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തണ്ടേ? ഓപ്പറേഷൻസ്, പ്രോസസ്സ്, സിസ്റ്റംസ് അല്ലെ, ഓൾ സർവീസസ് വിലയിരുത്തണം അല്ലെ? അപ്പൊ മിക്ക ഓർഗനൈസേഷനും മനസ്സിലാക്കുന്നുണ്ട് അവരുടെ അക്കൗണ്ടിങ്ങിനും അല്ലെ ഫിനാൻസിനും പുറമെ അവരുടെ മറ്റ് പ്രവർത്തനങ്ങളും കൂടി വിലയിരുത്തണമെന്ന് മിക്ക ഓർഗനൈസേഷനുകളും മനസ്സിലാക്കുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവർ എന്ത് ചെയ്യുന്നു? സം ഓഫ് ദീസ് കീ ഏരിയാസ് ഇൻക്ലൂഡ് കംപ്ലൈന്റ്സ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അവരുടെ മറ്റ് പ്രധാനപ്പെട്ട ഏരിയാസ് കൂടി ഓഡിറ്റിംഗിൽ ഉൾപ്പെടുത്തുന്നു അല്ലെ? അപ്പൊ അതൊക്കെ ഏരിയാണ്? കംപ്ലൈന്റ്സ്, ദാറ്റ് ഈസ് റെഗുലേറ്ററി. എന്ന് വെച്ചാല് ആ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും ഒരു ഓഫീസ് ആണെങ്കിലും അവിടെ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ? പോളിസികളൊക്കെ ഉണ്ട്. ഉണ്ടോ? ലോസ് ഉണ്ടോ? ഇപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ആദ്യം തന്നെ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും അല്ലെ? ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ്? അപ്പൊ അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉൾപ്പെടുന്നുണ്ട്. അവർക്ക് പറയുന്ന അവരോട് ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ പാലിക്കേണ്ട അല്ലെ നിയന്ത്രണങ്ങൾ അല്ലെ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എൻവിയോൺമെന്റ് അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ? വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ട്, പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെ? ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട്, വെന്റിലേഷൻ അല്ലെ? ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടോ? നമ്മുടെ എന്താണ് മെഡിക്കൽ ഗ്യാസ് അല്ലെ? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പിന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി, IT-യുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? ഹോസ്പിറ്റൽ റിമോട്ട് മോണിറ്ററിംഗ് ഉണ്ട്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട് അല്ലെ? പേഷ്യന്റ് പോർട്ടൽ ഉണ്ട് അല്ലെ? അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്, ഈ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ഉണ്ടോ? നിങ്ങളും കൂടി പറ, നിങ്ങൾക്ക് പഠിച്ചതല്ലേ ഇത്? അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷനിലെ CRM അല്ലെ? ഒരുപാട് ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? ഹോസ്പിറ്റലില് ഉണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പറേഷണൽ എഫിഷ്യൻസി വിലയിരുത്തുന്നുണ്ട്. അവിടുത്തെ പെർഫോമൻസ് അല്ലെ? സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ അവരുടെ എന്താണ് നമുക്ക് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും ഒക്കെ എന്തുണ്ട്? സർട്ടൻ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ? ലക്ഷ്യങ്ങൾ ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പ്രാവർത്തികമാക്കുന്നുണ്ടോ, നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഒന്നുകൂടെ ബ്രീഫായിട്ട് മിസ് പറഞ്ഞു തരാം. എന്താണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാന ഓർഗനൈസേഷനിൽ ഇന്റേണൽ ഓഡിറ്റിംഗിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ GAAP എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണോ രേഖപ്പെടുത്തുന്നത് എന്നാണ് അതിലെ ഭൂരിഭാഗം ഭാഗവും വിലയിരുത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് മിക്ക ഓർഗനൈസേഷനും അവരുടെ അക്കൗണ്ടിങ്ങിനും ഫിനാൻസിനും പുറമെ അവിടുത്തെ എന്താണ് മറ്റു അതർ ടൈപ്സ് ഓഫ് അസസ്മെന്റ് അല്ലെ? മറ്റു പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തണമെന്ന് തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ പ്രധാന പ്രവർത്തനങ്ങൾ കൂടി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതിൽ ഉൾപ്പെടുന്ന ഓഡിറ്റിംഗ് ആണ് കംപ്ലൈൻസ്. എന്താണ് അവിടെ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? ലോസ്, ലോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് പ്രാവർത്തികമാക്കുന്നുണ്ടോ? എന്താണ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള എൻവിയോൺമെന്റ്,
ശരിയായ രീതിയിലാണ് അല്ലെ വേസ്റ്റ് ഡിസ്പോസല്, പേഷ്യന്റിന്റെ സേഫ്റ്റി അല്ലെ, ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട്, വെന്റിലേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനവും നമ്മുടെ എൻവയോൺമെന്റിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അല്ലെ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെ IT-യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്, അവിടുത്തെ ഓപ്പറേഷൻസ് പ്രവർത്തനങ്ങൾ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് പെർഫോമൻസ് ഓഡിറ്റ്സ് എന്ന് വെച്ചാല് എന്താണ്, നമുക്കൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു കമ്പനി ആണെങ്കിലും അവർക്ക് എന്താണ് ഒരു ഗോൾ ഉണ്ട് അല്ലെ. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടോ? നിങ്ങൾക്കുണ്ട് ഒരു ഗോള് ഉണ്ടോ? നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിട്ടാണോ പഠിക്കുന്നത്? നിങ്ങൾക്ക് ജോലി വാങ്ങിക്കണം അല്ലെ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ കോഴ്സിന് ചേർന്നത്. നിങ്ങളുടെ ലക്ഷ്യമാണ് അല്ലെ മുന്നോട്ട് പോകാൻ ഒരു ജോലി വാങ്ങിക്കണം എന്നുള്ളത് അല്ലെ. അതേപോലെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷന് അതല്ലെങ്കിൽ നമ്മുടെ കമ്പനി എന്താണെങ്കിലും അവർക്കുണ്ടാവും ഒരു ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പൊ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ, അതിനനുസൃതമായിട്ടാണോ അവർ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗില് വിലയിരുത്തുന്നു. ഓക്കെയാണോ? അത് ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് കംപ്ലൈൻസ് ഓഡിറ്റ് അല്ലെ, പാലിക്കല് എന്ന് പറയും. എന്ന് വെച്ചാല് ഇവാലുവേറ്റ് കംപ്ലൈൻസ് വിത്ത് അപ്ലിക്കബിൾ ലോസ്, റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ. അവർക്ക് ബാധകമായിട്ടുള്ള നിയമങ്ങള്, എന്താണ് ചട്ടങ്ങള് അല്ലെ, പോളിസികള്, നയങ്ങള്, പ്രൊസീജിയേഴ്സ് അല്ലെ, നടപടിക്രമങ്ങള് അവര് പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നു. എന്താണ് ആ ഒരു ഓർഗനൈസേഷന് ബാധകമായിട്ടുള്ള നിയമങ്ങള്, ചട്ടങ്ങള് അല്ലെ, നയങ്ങള്, എന്താണ് നടപടിക്രമങ്ങള് അവര് ശരിയായ രീതിയിൽ പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നു. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ സർട്ടൺ റൂൾസ് ഉണ്ട് അല്ലെ. നമുക്ക് വെറുതെ പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുമോ? ഒരു വണ്ടി വെറുതെ ഓടിച്ച് കാണിച്ച് നമുക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. 8 എടുക്കണം അല്ലെ. 2 വീലർ ആണെങ്കിൽ 8 എടുക്കണം, 4 വീലർ ആണെങ്കിൽ 8 എടുക്കണം, റോഡ് എടുക്കണം അല്ലെ. ഒരുപാട് റൂൾസ് ഉണ്ട് അല്ലെ. അതേപോലെ എന്താണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലാണെങ്കിലും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ. പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം അല്ലെ. അതിന് ബാധകമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലെ. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഇല്ലേ, ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലോസ് ഇല്ലേ. ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെ, അവിടുത്തെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട ഒരുപാട് ലോസ് ഉണ്ട്. ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ലോസ് ഉണ്ട്. ഉണ്ടോ? പറയേ, ഉണ്ടാതിരിക്കില്ലേ? അപ്പൊ അവര് പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും നയങ്ങളും നടപടിക്രമങ്ങളും എല്ലാം അവര് ശരിയായ രീതിയിൽ പാലിക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് കംപ്ലയൻസ് ഓഡിറ്റ്. നമുക്കറിയാം ഇപ്പൊ നമ്മൾ റോഡിൽ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അതല്ലെങ്കിൽ എന്താണ് 2 വീലറിൽ പോകുമ്പോൾ 2 പേര് ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ക്യാമറ പിടിക്കില്ലേ, നമ്മുടെ ഫോട്ടോ എടുക്കോ? ഫൈൻ കിട്ടില്ലേ. അതല്ല ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികള് നമ്മുടെ വണ്ടി എടുത്ത് പോകുന്നതാണെങ്കിൽ എന്താ കിട്ടുന്നേ? അവരുടെ അച്ഛന്റെ ആ വണ്ടി ആരുടെ പേരിലാണോ അല്ലെ, അച്ഛന്റെ പേരിലാണെങ്കിൽ അച്ഛന്റെ ലൈസൻസ് കട്ട് ചെയ്യോ, റദ്ദാക്കോ? ലൈസൻസ് പോകും അല്ലെ. അപ്പൊ ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അതേപോലെ എന്താണ് സം ഓഫ് ദീസ് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. Some of these regulations may have a significant impact on the company's financial well-being അല്ലെ. ഇതിൽ ചിലത് കമ്പനിയുടെ സാമ്പത്തിക ക്ഷേമത്തിൽ അല്ലെ, അവിടുത്തെ വെൽബീങ്, ഫിനാൻഷ്യൽ വെൽബീങ്സിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഇപ്പൊ നമ്മളിലെ ഗവൺമെന്റ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ വെൽബീങ്സിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഇപ്പൊ പറഞ്ഞ പോലെ ഹെൽമെറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ഇടാം, ഉണ്ടോ? ഉണ്ട് അല്ലെ. അതേപോലെ എന്താണ് ഈ പറയുന്ന നിയമങ്ങള് അല്ലെ, ലോസും റെഗുലേഷൻസ് ഒക്കെ ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ വെൽബീയിങ്സിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഫെയിലിയർ ടു ഫോളോ ദ ലോ, നമ്മൾ ഈ ലോസ് പാലിക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ
such as Foreign Corrupt Practice Act, FCPA. Question വരുന്നതാണ് ട്ടോ. FCPA, Foreign Corrupt Practice Act. ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് എന്ന് പറയുന്നത് നമ്മ പരസ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മേലും കൈക്കൂലി കൊടുക്കില്ലേ ഉദ്യോഗസ്ഥർക്ക്? കൈക്കൂലി കൊടുക്കില്ലേ? അപ്പൊ അങ്ങനെ കൈക്കൂലി കൊടുക്കുന്നതില് റദ്ദാക്കുന്ന നിയമമാണ് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട്. പരസ്യമായി ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകുന്നതിൽ നിന്ന് വിലക്കുന്ന ഒരു US നിയമമാണ് FCPA. ഓക്കെ ആണോ? ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു നിയമമാണ് FCPA. നെക്സ്റ്റ് പറയുന്നത് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ, GDPR. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. ആ പേരിൽ തന്നെ ഉണ്ട് ഡാറ്റ പ്രൊട്ടക്ഷൻ അല്ലേ? നമ്മൾ എന്താ ചെയ്യുന്നുണ്ട്? ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഒരുപാട് ഡാറ്റാസ് കൊടുക്കുന്നുണ്ടോ? പേഴ്സണൽ ഡാറ്റാസ് കൊടുക്കുന്നുണ്ട് അല്ലെ? ആ ഡാറ്റാസ് അവർ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണോ? നമ്മ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പഠിച്ചല്ലേ? നമ്മുടെ ഡാറ്റാസ് എന്ത് ചെയ്യണം? അവര് പ്രൊട്ടക്ട് ചെയ്ത് സേഫ് ആക്കി പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കണം അല്ലെ? അപ്പൊ അതിലെന്തെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് GDPR പറയുന്നത്. എന്താണ്? വ്യക്തികൾ പിന്നെ എന്താണ്? നമുക്ക് ഒരുപാട് റൈറ്റ്സുകൾ ഉണ്ട് അല്ലെ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസിന് ഒരുപാട് അവകാശങ്ങളില്ലേ? ഉണ്ടോ? അപ്പൊ എന്താണ്? വ്യക്തികളുടെ അവകാശങ്ങളും അവരുടെ സ്വകാര്യ ഡാറ്റ, പേഴ്സണൽ ഡാറ്റാസ് മേലുള്ള നിയന്ത്രണങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള നിയന്ത്രണങ്ങളെയാണ് നമ്മുടെ GDPR ഉൾപ്പെടുത്തുന്നത്. ഓക്കെയാണോ? ഒരു വ്യക്തികളുടെ അവകാശങ്ങളും അവരുടെ പേഴ്സണൽ ഡാറ്റാസിലുള്ള അല്ലെ അവരുടെ സ്വകാര്യ ഡാറ്റയുടെ മേലുള്ള നിയന്ത്രണങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള നിയന്ത്രണങ്ങളെയാണ് GDPR ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ സ്വകാര്യ ഡാറ്റാസ് അല്ലെ, പേഴ്സണൽ ഡാറ്റാസ് മറ്റുള്ളവർ യൂസ് ചെയ്യാൻ പാടുണ്ടോ? ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും അപ്പൊ നോക്കിയേ നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, മേ റിസൾട്ട് ഇൻ $millions in fine or preclude a company from doing business in certain jurisdictions. എന്താണ്? അപ്പൊ ഈ നിയമങ്ങള് നമ്മുടെ FCPA അതല്ലെങ്കിൽ GDPR പോലെയുള്ള നിയമങ്ങള് പാലിക്കുന്നതിൽ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ പരാജയപ്പെട്ടാൽ, അതായത് അവിടെ കൊടുക്കുന്ന പേഷ്യൻസ് കൊടുക്കുന്ന ഡാറ്റാസ് മറ്റുള്ളവർ ഉപയോഗിക്കാം അല്ലെ? അതല്ലെങ്കിൽ എന്താണ്? ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്തുങ്ങാണ്ട് അവരെന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പരാജയപ്പെടുമ്പോൾ ദശലക്ഷക്കണക്കിന് ഡോളർ പിഴയായിട്ടും എന്താണ് ചില അധികാര പരിധികളിൽ നിന്ന്, ചില ബിസിനസ്സുകളിൽ നിന്ന് അവരെന്ത് ചെയ്യും? ബാൻ ചെയ്യും. ബാൻ ചെയ്യാൻ കേട്ടിട്ടില്ലേ? കമ്പനിയെ തടയുകയും ചെയ്യുന്നു. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞപ്പോ നമുക്ക് ലൈസൻസ് ഹെൽമെറ്റ് ഇട്ടില്ല, ഹെൽമെറ്റ് വെച്ചില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ ഇട്ടില്ലെങ്കിൽ എന്താണ്? ഫൈൻ കിട്ടും അല്ലെ? ഫൈൻ കിട്ടും. അപ്പൊ അത് പിഴയാണ് അല്ലെ? അതേപോലെ എന്താണ്? 18 വയസ്സിന് താഴെയുള്ള നമ്മുടെ മക്കള് നമ്മുടെ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാല് പാരന്റ്സിന്റെ അല്ലെ അച്ഛന്റെ ലൈസൻസ് റദ്ദാക്കും. ആണോ? അതേപോലെ ഈ FCPA അതല്ലെങ്കിൽ GDPR പോലെയുള്ള നിയമങ്ങൾ പാലിക്കുന്നതിൽ ഈ ഒരു ഓർഗനൈസേഷൻ പരാജയപ്പെട്ടാല് അവരുടെ എന്താണ്? ദശലക്ഷക്കണക്കിന് ഡോളർ പിഴയായിട്ടും അവരെന്താണ് ചില ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്ന്, ബിസിനസ്സുകൾ ചെയ്യുന്നതിൽ നിന്ന് റദ്ദാക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയും. നെക്സ്റ്റ് വെട്ടിക്കളഞ്ഞോ കേട്ടോ, അത് ആവശ്യമില്ല. ഹിയർ ഈസ് എ ലിങ്ക് ടു എ ബിഗിനേഴ്സ് ഗൈഡ് ടു GDPR. GDPRന്റെ ഗൈഡ് ഒന്നും പറഞ്ഞു കണ്ടുപോട്ടെ, അതൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞോ കേട്ടോ. ആ സെന്റൻസ് അവിടെ ആവശ്യമില്ല. കംപ്ലൈൻസ് ഓഡിറ്റ് മനസ്സിലായോ? കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അവര് ഫോളോ ചെയ്യേണ്ട അല്ലെ, അവർക്ക് ബാധകമായിട്ടുള്ള നിയമങ്ങള്, ചട്ടങ്ങള്, നയങ്ങള്, നിയന്ത്രണങ്ങള് അല്ലെ, നടപടിക്രമങ്ങളൊക്കെ അവർ പാലിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിനെയാണ് കംപ്ലയൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ പറയുന്ന ചില ലോസ്, റെഗുലേഷൻസ് ഒക്കെ എന്താണ്, അവരുടെ ആ ഒരു കമ്പനിയുടെ സാമ്പത്തിക ക്ഷേമത്തിൽ, ഫിനാൻഷ്യൽ വെൽബീയിങ്സിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ. കൂടാതെ നമ്മൾ FCPA അല്ലെങ്കിൽ GDPR പോലെയുള്ള നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് എന്താണ്, ദശലക്ഷക്കണക്കിന് ഡോളർ പിഴയായിട്ടും ചില അധികാര പരിധികളിൽ നിന്ന്, ചില ബിസിനസ്സുകളിൽ നിന്ന് അവരെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ റദ്ദാക്കുകയും തടയുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എൻവയോൺമെന്റൽ ഓഡിറ്റ് അല്ലെ. അപ്പൊ അതിൽ നോക്കിയേ, the impact of a company's operation on the environment അല്ലെ. ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, അതായത് ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പരിസ്ഥിതിയിൽ ചെലുത്തുന്ന സ്വാധീനമാണ് എൻവയോൺമെന്റൽ ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നത് അല്ലെ. നമ്മുടെ എൻവയോൺമെന്റിന് ഏതെങ്കിലും തരത്തിലെ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ടോ, ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെ എന്നുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ എൻവയോൺമെന്റൽ ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നത്. They may also evaluate the company's adherence to environmental laws and regulations അല്ലെ. എന്താണ് environmental laws and regulations? ആ ഒരു കമ്പനി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ഈ എൻവയോൺമെന്റൽ ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മൊരു വീട് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട് അല്ലെ. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ടോ? റോട്ടിൽ നിന്ന് ഇത്ര മീറ്റർ മാറിയിട്ടായിരിക്കണം അല്ലെ. ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കമ്പനി സ്ഥാപിക്കണമെങ്കിൽ പറയുന്നില്ലേ, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സെക്ഷൻ, ഒരു മാനുഫാക്ചറിങ് ആയിട്ടുള്ള ഒരു കമ്പനി നമുക്ക് പണിയണം. അപ്പൊ നമുക്ക് ഒരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട് അല്ലെ. മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്നുണ്ടോ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പരിസ്ഥിതിയിൽ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ആ ഒരു ഓർഗനൈസേഷൻ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ എൻവയോൺമെന്റൽ ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, ആ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിൽ ആഘാതം സൃഷ്ടിക്കുന്നുണ്ടോ അല്ലെ, വേസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഘാതങ്ങൾ ഉണ്ടോ, അവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മുടെ എൻവയോൺമെന്റിൽ ഏതെങ്കിലും രീതിയിൽ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി എൻവയോൺമെന്റൽ ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ ആണോ? Next information technology audits, IT audits like may evaluate information system and the underlying infrastructure to ensure the accuracy of their processing, their security and confidential customer information or intellectual property. എന്താണ് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം ഇവാലുവേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. കൂടാതെ എന്തിന്റെ അണ്ടർലൈൻ ഇൻഫ്രാസ്ട്രക്ചർ ടു എൻഷുർ ആക്യുറസി ഓഫ് ദെയർ പ്രോസസിംഗ് അല്ലെ, പ്രക്രിയയിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. നമുക്കറിയാം, നമ്മൾ LIS പഠിച്ചു, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചു അല്ലെ, ഈ പ്രിസ്ക്രിപ്ഷൻ പഠിച്ചു. അപ്പൊ ഇതൊക്കെ എന്താണ്, അവിടുത്തെ പ്രോസസ്സുകൾ അല്ലെ, പ്രക്രിയകളിലെ കൃത്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ആണോ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾ അല്ലെ. അതേപോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട് കൃത്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ?
ഉണ്ട് അല്ലെ. അപ്പൊ അവിടുത്തെ പ്രോസസ്സിംഗ് അല്ലെ, പ്രക്രിയയിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനുള്ള സിസ്റ്റംസ്, അടിസ്ഥാന സൗകര്യങ്ങള്. നെക്സ്റ്റ് പറയുന്നത് ദ സെക്യൂരിറ്റി ആൻഡ് കോൺഫിഡൻഷ്യൽ കസ്റ്റമർ ഇൻഫോർമേഷൻ ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. അതായത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ എന്താണ് പേഴ്സണൽ ഡാറ്റാസ് ഉണ്ടാവും അല്ലെ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളിലെ എന്താണ് അവരുടെ ഡയഗ്നോസിസ് ആവാം, അവരുടെ ടെസ്റ്റ് റിസൾട്ടുകൾ ആകാം അല്ലെ, അതെല്ലാവർക്കും കൊടുക്കാൻ പാടുണ്ടോ? കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് അല്ലെ, കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോൺഫിഡൻഷ്യൽ കസ്റ്റമർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതായത് നമ്മുടെ ആ ഒരു പേഷ്യൻസിന്റെ വിവരങ്ങള്, അത് എന്തൊക്കെ എന്താണ് സെക്യൂരിറ്റി അല്ലെ, സുരക്ഷിതത്വം കൂടി നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നുണ്ട്. ഓക്കെയാണോ? ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നത് അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഉള്ളിലെ ഇൻഫർമേഷൻ സിസ്റ്റംസ്, കൂടാതെ അവിടുത്തെ പ്രക്രിയകളിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആവാം, സിസ്റ്റംസ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങള്. കൂടാതെ അവിടുത്തെ എന്താണ് കസ്റ്റമർ ഇൻഫർമേഷൻ അല്ലെ, അവിടെ വരുന്ന കസ്റ്റമറുടെ ഇൻഫർമേഷൻ, അതായത് ഹോസ്പിറ്റലാവുമ്പോൾ ആരാണ് അവിടുത്തെ കസ്റ്റമർ? പേഷ്യൻസ് ആണ് അല്ലെ, പേഷ്യൻസ് ആയി നമ്മളാണ് അല്ലെ. അപ്പൊ നമ്മുടെ എന്താണ് സോഷ്യൽ ഡാറ്റാസ് ഉണ്ട് അല്ലെ, സോഷ്യൽ ഡാറ്റാസ് ഉണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ഡയഗ്നോസിസ് ഉണ്ട്, ടെസ്റ്റ് റിസൾട്ടുകൾ ഉണ്ട് അല്ലെ, പ്രൊസീജിയേഴ്സിന്റെ റിസൾട്ടുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങളുടെ സുരക്ഷിതത്വം കൂടി നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നുണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് they will typically include the assessment of general IT controls related to logical access, change management, system operations and backup and recovery. എന്താണ് നമ്മുടെ പൊതുവായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റില് ഉൾപ്പെടുത്തി വിലയിരുത്തുന്നത് എന്തൊക്കെയാണ്? ലോജിക്കൽ അക്സസ് അല്ലെ, എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിലെ ലോജിക്കൽ അക്സസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്. നെക്സ്റ്റ് പറയുന്നത് ചേഞ്ച് മാനേജ്മെന്റ്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും കൃത്യതയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട എന്താണ് നമ്മുടെ പേഷ്യൻസിനും നമ്മുടെ സ്റ്റാഫുകൾക്കും പോസിറ്റീവ് ഔട്ട്കംസ് കൊടുക്കുന്നതിന് നമ്മ പല മാറ്റങ്ങളും വരുത്തും അല്ലെ, ഹോസ്പിറ്റലില് കൊണ്ടുവരാം. ചിലപ്പോ സോഫ്റ്റ്വെയർസ് മാറ്റും, സിസ്റ്റംസ് മാറ്റും, പ്രവർത്തനങ്ങൾ മാറ്റും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് നമ്മുടെ സ്റ്റാഫുകളുടെയും പേഷ്യൻസിന്റെയും ഔട്ട്കംസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മ കൊണ്ടുവരുന്ന മാറ്റങ്ങള്, പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ടെക്നോളജീസ്, പിന്നെ എന്താണ് ക്വാളിറ്റി കെയർ കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന സിസ്റ്റംസ്, പിന്നെ എന്താണ് സ്റ്റാഫുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ എഫിഷ്യൻസി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൂടി അതൊക്കെ എന്താണ്, അങ്ങനെ നമ്മ പല മാറ്റങ്ങൾ. ഇപ്പൊ നമ്മ ഒരു ഓഡിറ്റിംഗ് നടത്തിയിട്ട് നമുക്ക് അവിടുത്തെ സോഫ്റ്റ്വെയർസ്, അവിടുത്തെ ഉപയോഗിക്കുന്ന ഫിനാൻഷ്യലുമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് പോരാ അല്ലെ, എന്നിട്ട് നമ്മൾ പുതിയ സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ഓരോ വർഷം ചെല്ലുന്തോറും അപ്ഡേറ്റ് ചെയ്ത് വരികയാണ് അല്ലെ, അപ്ഡേറ്റ് ചെയ്ത് വരാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ സോഫ്റ്റ്വെയർസ് സിസ്റ്റംസ് ഒക്കെ മാറ്റാറുണ്ടോ? സോഫ്റ്റ്വെയർസ് സിസ്റ്റംസ് ഒക്കെ മാറ്റാറുണ്ടോ? ചേഞ്ച് ചെയ്യാറുണ്ടോ? കൃത്യതയും ആക്യുറസിയും എഫിഷ്യൻസി ഒക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സിസ്റ്റംസ് സോഫ്റ്റ്വെയർസ് ആണ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ലോജിക്കൽ അക്സസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സർട്ടൻ പേഴ്സണ് മാത്രം ലോഗിൻ ചെയ്ത് കാണിട്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് എൻറ്റർ ചെയ്തെടുക്കാവുന്ന ഇൻഫോർമേഷൻസ് ഇല്ലേ ഹോസ്പിറ്റലില്? ലോജിക്കൽ അക്സസ് നമ്മ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ എന്താണ് പേഷ്യന്റ് പോർട്ടൽ അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നമ്മ എങ്ങനെയല്ലേ കയറുന്നത്?
പേഷ്യൻസ് തന്നെയാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തും കാണിട്ട് ആ ഒരു ഓതറൈസ്ഡ് പേഴ്സണ് മാത്രം ലോഗിൻ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ലോജിക്കൽ അസസ്സുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ചേഞ്ച് മാനേജ്മെന്റ് അല്ലെ, അവിടുത്തെ പേഷ്യന്റിന്റെ സ്റ്റാഫുകളുടെ ഔട്ട്കംസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നത്, ക്വാളിറ്റി കൺട്രോൾ ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പേഷ്യന്റ് സേഫ്റ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പുതിയ സോഫ്റ്റ്വെയർസ്, സിസ്റ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങള്, സിസ്റ്റം ഓപ്പറേഷൻസ് അല്ലെ, അവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങള്, പിന്നെ എന്താണ് ബാക്കപ്പ് ആൻഡ് റിക്കവറി. എന്താണ് ബാക്കപ്പ് എന്ന് പറയുന്നത്? നമ്മ കുറെ കാര്യങ്ങള് കോപ്പി ഒക്കെ എടുത്ത് വെക്കും, CD എടുത്ത് കോപ്പി എടുത്ത് വെക്കും അല്ലെ, സ്റ്റോർ ചെയ്ത് വെക്കും, കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അല്ലെ, അത് കുറെ പ്രവർത്തനങ്ങള്. അപ്പൊ അങ്ങനെയുള്ള ബാക്കപ്പ് ആൻഡ് റിക്കവറി അല്ലെ, നമ്മ എന്തെങ്കിലും കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ റിക്കവറി ചെയ്തെടുക്കോ, വീണ്ടെടുക്കോ, സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിച്ചിങ്ങാണ്ട് വീണ്ടെടുക്കൽ. അപ്പൊ അങ്ങനെയുള്ള റിക്കവറി, ബാക്കപ്പ്, സിസ്റ്റം ഓപ്പറേഷൻ, അവരുടെ സിസ്റ്റംസിന്റെ ലബോറട്ടറി ഇൻഫർമേഷൻസ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്, റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റംസ്, സെക്യൂരിറ്റി, ഡിജിറ്റൽ സിസ്റ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സിസ്റ്റംസിന്റെ ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങള്, ചേഞ്ച് മാനേജ്മെന്റ് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും കൃത്യതയും ഒക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ പുതുതായി കൊണ്ടുവരുന്ന സോഫ്റ്റ്വെയർസ്, സിസ്റ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ലോജിക്കൽ അസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓതറൈസ്ഡ് പേഴ്സണൽ മാത്രം അവരുടെ പാസ്വേഡ്, യൂസർ നെയിം ഒക്കെ എടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്സിൽ വിലയിരുത്തുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് assess the next audits, operational audits, like assess the organization's control mechanism for their overall efficiency and reliability. ഇതാണ് ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള അല്ലെ, എല്ലാം ഓവറോൾ മൊത്തത്തിലുള്ള കാര്യക്ഷമതയ്ക്കും വിശ്വസ്തതയ്ക്കും വേണ്ടി, റിലയബിലിറ്റി, വിശ്വസ്തതയ്ക്കും വേണ്ടി ഓർഗനൈസേഷന്റെ നിയന്ത്രണ സംവിധാനങ്ങളെ, കൺട്രോൾ മെക്കാനിസത്തിനെ വിലയിരുത്തുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം കൺട്രോൾ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഓപ്പറേഷൻസ് ഉണ്ട് അല്ലെ, ഓപ്പറേഷൻ സർജറി നടക്കുന്നുണ്ട്, ഉണ്ടോ? പിന്നെ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഇൻ പേഷ്യന്റിലുണ്ട്, ഫാർമസിയിലുണ്ട്, റേഡിയോളജിയിലുണ്ട് അല്ലെ, ഉണ്ടോ? അപ്പൊ എന്താണ്? അങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമതയ്ക്കും പിന്നെ എന്താണ് വിശ്വസ്തതയ്ക്കും വേണ്ടി നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്നതിനെയാണ് ഓപ്പറേഷണൽ ഓഡിറ്റ്സ് എന്ന് ഓൾ സർവീസ് ഓപ്പറേഷണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് പെർഫോമൻസ് ഓഡിറ്റ്സ്. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് വെദർ ദ ഓർഗനൈസേഷൻ is meeting the metrics set by management in order to achieve the goals and objectives specified by the board of directors. അല്ലെ, എന്താണ് ആ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ അറിയാം അവിടെ certain objectives and goals അവിടുത്തെ മാനേജ്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ, ഉണ്ടായിരിക്കോ? അപ്പൊ അവരുടെ ലക്ഷ്യങ്ങള്, അവരുടെ എന്താണ് ഉദ്ദേശങ്ങൾ അല്ലെ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ അവർക്ക് പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് ചെയ്തിട്ടുള്ള അല്ലെ, പറഞ്ഞിട്ടുള്ള ആ ഒരു ലക്ഷ്യങ്ങള് അവര് അച്ചീവ് ചെയ്യുന്നുണ്ടോ അല്ലെ, അവര് ആർജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങള് വിലയിരുത്തുന്നതിനെയാണ് പെർഫോമൻസ് ഓഡിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ആ ഒരു ഓർഗനൈസേഷന് എന്താണ് ഓർഗനൈസേഷനിൽ സെറ്റ് ചെയ്തിട്ടുള്ള അല്ലെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അവർ പറയുന്ന ലക്ഷ്യങ്ങളൊക്കെ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ലെ എന്നുള്ള കാര്യങ്ങള് വിലയിരുത്തുന്നതിനെയാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്തായിരിക്കും?
മെയിൻ ആയിട്ടുള്ള എയിം. നല്ല സർവീസ് കൊടുക്കുക അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല ഔട്ട്കംസ് കൊടുക്കുക അല്ലെ, ആണോ? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, നല്ല ഔട്ട്കംസ് കൊടുക്കുക. ഗ്രോത്ത്, പിന്നെ കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടാവും അല്ലെ, ഹോസ്പിറ്റലിന്റെ ഗ്രോത്ത് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അവർക്ക് ആർജിക്കാൻ, അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിനെയാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും ഗോള്, ഉണ്ടോ? നല്ല മാർക്ക് മേടിക്കണം അല്ലെ, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, ആണോ? അത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അത്രയും അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെ, മാർക്ക് അത്രയും സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെ, എന്താണ്? നിങ്ങൾക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലേ? നിങ്ങളുടെ പെർഫോമൻസ് അല്ലെ, നിങ്ങളുടെ പ്രകടനമാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെ, ആണോ? അപ്പൊ ഇവിടെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ ഗോൾസ് എന്തായിരിക്കും? ഉയർന്ന മാർക്ക് മേടിക്കാന്നുള്ളതായിരിക്കോ? അല്ല അല്ലെ, എന്താണ്? അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുക അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന് നല്ല ലാഭം ലഭിക്കുക, പ്രോഫിറ്റ് ലഭിക്കാന്നുണ്ടാവും. അവിടെ വരുന്ന പേഷ്യൻസിന് നല്ല ഫെസിലിറ്റീസ് കൊടുക്കുക അല്ലെ, അവർക്ക് നല്ല രീതിയിലുള്ള ഔട്ട്കംസ് കൊടുക്കുക അല്ലെ, അവർക്ക് ക്വാളിറ്റിയുള്ള സർവീസ് കൊടുക്കുക, ഗുഡ് സർവീസ് കൊടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം ഒക്കെയാണോ എല്ലാവർക്കും? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കേട്ടോ, ഇനി നിങ്ങൾ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മിസ്സിനോട് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, Thank you, Miss. ma'am.